ഐഡന്റിറ്റി മൂവി കണ്ടു. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയൊന്നും പറയാൻ പറ്റില്ല എന്നാണ്. ഫുൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയതുകൊണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ഫുൾ ചറ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. എന്റെ പൊന്നോ, എന്ന സ്ക്രീൻ പ്ലേ ആണ്. അവരുടെ ഡയറക്ഷൻ ഗംഭീരമായിട്ടുണ്ട്. ഫോറൻസിക് എന്ന സിനിമയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദേ ഹാവ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ഇൻ ടേംസ് ഓഫ് റൈറ്റിംഗ് ആൻഡ് ഇൻ ടേംസ് ഓഫ് ഡയറക്ഷൻ. നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. കമ്പയർ ടു സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിനാണ് അപ്പർ ഹാൻഡ്. ഫസ്റ്റ് ഹാഫ് ഗംഭീര അല്ലെങ്കിൽ വേറെ ലെവൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് മോശമൊന്നല്ല, സെക്കൻഡ് ഹാഫും ഒരു ഗുഡ് ത്രില്ലർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 2 hours 40 minutes ആണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു ഹോൾ റൺ ടൈം നമുക്ക് ടൈം പോണത് പോലും അറിയില്ല. അത്രയും എൻഗേജിംഗ് ആയിട്ട് പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് പോലും വിചാരിക്കാത്ത അൺപ്രഡിക്റ്റബിൾ ആയ റൂട്ടിൽ കൂടെയൊക്കെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു ചേസ് സീക്വൻസ് ഉണ്ട്. ഇത്രയും അടിപൊളി കാർ ചേസ് സീക്വൻസ് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഒരു നല്ലൊരു കാർ ചേസ് സീക്വൻസ് ആണ് ഡോൺ 2 അല്ലെങ്കിൽ വോറിലേക്ക് ആയിരിക്കും. പിന്നെ ഈ സിനിമയിൽ ഓരോ ആക്ഷൻ സീക്വൻസും അതിൽ ഓരോ ക്യാൻവാസും അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ വേറെ ലെവലാക്കുന്നതിന്റെ ടെക്നിക്കൽ ടീമാണ്. ബ്രില്യൻ വർക്ക്. DOP ബൈ അഖിൽ ജോർജ്. ഓരോ വിഷ്വൽസ്, ഓരോ ഷോട്ട്സ്, പിന്നെ ആ ഒരു ഹോൾ സ്റ്റൈലിഷ് ട്രീറ്റ്മെന്റ് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് ബൈ ചമൻ ചാക്കോ. ആ ഒരു വ്യക്തിയുടെ കയ്യിൽ എഡിറ്റിംഗ് വർക്ക് ഭദ്രമാണ്. ആസ് യൂഷ്വൽ ഗ്രേറ്റ് വർക്ക്. മ്യൂസിക് ബൈ ജെയ്ക്സ് ബിജോയ്. വളരെ സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ എൻഗേജ് ഇരുത്താൻ സാധിച്ചിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തവർ എല്ലാവരും നല്ല സ്റ്റൈലിഷ് വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഫീൽ തരാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും. CGI വർക്ക് എടുത്തു പറയേണ്ടത് തന്നെ കേട്ടോ. ആ ഒരു 40 crores ബഡ്ജറ്റിൽ വളരെ നല്ലൊരു വർക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ, കളറിംഗ് എല്ലാം വളരെ നോട്ടബിൾ ആയിരുന്നു. പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ലൊരു വിഷ്വൽ അപ്പീൽ തരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ലോഡിംഗ് ടൊവിനോ തോമസ്. ആ ഒരു പെർഫോമൻസിന്റെ കാര്യമാണെങ്കിലും ക്യാരക്ടേഴ്സിനെ കംപ്ലീറ്റ്ലി കൊണ്ടുപോയ രീതിയാണെങ്കിലും ടോവിനോ പൊളിച്ചു. സ്ക്രീൻ പ്രസൻസ് സീനായിരുന്നു. ചൂസ് ചെയ്യണ ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഓരോ മൂവീസ് ആണെങ്കിലും ടോവിനോ തോമസിന്റെ മൂവീസ് എല്ലാം ഒരു ഗ്യാരണ്ടി തന്നെയാണ്. തൃഷ വളരെ ഡീസന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വിനയ് റായ്, കുറെ കാലം കഴിഞ്ഞ് വിനയുടെ ഒരു ഫുൾ ഫ്ലെജ് സിനിമ കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തൃഷയ്ക്കും അതേപോലെ നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട്. കുറെ കാലം കഴിഞ്ഞ് അർച്ചന കവീസ് ബാക്ക് ഓൺ ബിഗ് സ്ക്രീൻ ആൻഡ് വെരി ഗുഡ് വർക്ക് തന്നെ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ് കം ബാക്ക്. ഇനി നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായി അവസാനം 40 മിനിറ്റ് ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു സംഭവം എന്നൊക്കെയാണ്. ബാക്കി ബെസ്റ്റ് എന്നൊന്നും പറഞ്ഞില്ല. ഏതായാലും ആ അവസാനം 40 മിനിറ്റ് ആണ് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത്. ആ ഒരു ലാസ്റ്റ് 40 മിനിറ്റ്സിൽ കുറെ സിറ്റുവേഷൻസും കുറെ പേരെ ക്യാരക്ടേഴ്സ് ഒക്കെ കുറെ വലിച്ചു കയറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ കൺഫ്യൂസിങ് ആക്കുന്നുണ്ട്. സോ സ്റ്റോറി ടെലിംഗ് വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു അവസാനം 40 മിനിറ്റ്. അവിടെ കുറച്ചും കൂടെ ബെറ്റർ റൈറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ എക്സ്പീരിയൻസ് തരാൻ സാധിച്ചേനെ. ഓവറോൾ വെരി ഗുഡ് ത്രില്ലർ സിനിമ തന്നെയാണ് ഐഡന്റിറ്റി. തിയേറ്റർ വാച്ച് ഗ്യാരണ്ടഡ് ആണ്. തിയേറ്ററിൽ മിസ് ചെയ്യേണ്ടത് തന്നെ കാണുക ഫോർ ദ ടെക്നിക്കൽ ബ്രില്യൻസ് ആൻഡ് ഫോർ ദ എക്സിക്യൂഷൻ. ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തൊരു ലാർജർ ദാൻ ലൈഫ് ക്യാൻവാസിലാണ് ഒരു ഹോൾ എക്സിക്യൂഷൻ നടന്നിരിക്കുന്നത്.